ഹലോ, അരുൺ ഗോപാലാണ്. സാറിപ്പോ സൈബർ സെൽ ഓഫീസിലേക്കായിരിക്കും അല്ലേ? ഐ എം സോ സോറി, പറയുന്നതിന് വിഷമമുണ്ട്. സാറിന്റെ സിസ്റ്റർ ഇപ്പൊ അപകടത്തിലാണ്. പറ്റുമെങ്കിൽ രക്ഷിക്കാൻ നോക്ക്. ബൈ. ഹലോ, എന്താടാ? ഹരി, വണ്ടി നിർത്ത്. ഹരി, നിങ്ങളുടെ വണ്ടി നിർത്താനാ പറഞ്ഞത്. എന്നിട്ട് നന്ദനെ വിളിക്കും. അനു നന്ദു ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും. പ്ലീസ് ക്യൂക്ക്. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ, ഹലോ നന്ദു, നിങ്ങളിപ്പോ ഇത് എവിടെയാ? ഞങ്ങളിന്ന് ഷോപ്പിംഗിന് ഇറങ്ങിയതാ. എന്താ ചേട്ടാ? ഇതിപ്പോ ഏത് ഷോപ്പിലാ ഉള്ളത്? ഞങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലുള്ള ഷോപ്പില്. എന്താ ചേട്ടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല നന്ദു, ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ. എന്നാ ശരി. എടാ, അവരുടെ അടുത്ത് തന്നെയുണ്ട്. എന്താ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാൻ ഹരി, സമയമില്ല. നീ വേഗം വണ്ടി എടുക്കാം ഷോപ്പിലേക്ക്. എടാ, അപ്പൊ സൈബർ സെൽ ഓഫീസിൽ പോകണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കാം ഹരി, വണ്ടി എടുക്ക്. ഇനിയൊന്നും നോക്കണ്ട, അവൻ എത്തും മുമ്പ് അവന്റെ അനിയത്തിനെ അങ്ങ് തീർത്തേക്ക്. 3, 2. ദാ നിങ്ങള് ഓക്കെ അല്ലേ? മനു, എന്താണ് ഇതൊക്കെ? അവരെന്തിനാ ഞങ്ങളെ? ചേച്ചി, എല്ലാം പറയാം. ആദ്യം വീട്ടിലേക്ക് പോവാം. വാ. അനു, മോളെ. അനു, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? മോളെ, നീ ഓക്കെ അല്ലേ? ഒന്നുമില്ലടാ, എല്ലാം ഏട്ടൻ പറയാം. നീ കരയില്ലേ? ഹരി, നീ അനുവിനെയും നന്ദുനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലി. ഞാൻ വരാം. ഓക്കെ ഓക്കെ, നീ കരയാതിരിക്കും. നമുക്ക് ഒന്നിച്ചു പോവാം. മനു, വാ, വീട്ടിൽ ചെന്ന് സംസാരിക്കാം. നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നൂടാ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്യാതെ വന്നേക്കും അവന്മാര്. ആ അരുൺ അവന്റെ പെങ്ങളുടെ ജീവനില്ലാത്ത ശരീരം ആദ്യം കാണണം എന്നുള്ളത് കൊണ്ടാ നമ്മുടെ ആളെ കൊണ്ട് അവനെ വിളിച്ച് സ്ഥലത്തെത്തിച്ചത്. പക്ഷെ കൊല്ലേണ്ടതൊരു പെണ്ണിനെ ആയിട്ട് പോലും അവനൊന്നും അത് ചെയ്യാതെ ഇങ്ങ വന്നേക്കുവാ. പിന്നെ എന്തിനാടാ നിന്നെയൊക്കെ ഞാൻ ഏൽപ്പിച്ച ഒരു കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത്? സാർ, അരുണിന് ഇനി ആ കാർഡ് ഡീറ്റെയിൽസ് കിട്ടില്ല. നമ്മുടെ ആളുകള് ആ കാർഡ് ഡീറ്റെയിൽസ് മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു. സാർ, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഏതൊരുത്തൻ ഇടയിൽ കയറി വന്നതാ എല്ലാം കുഴപ്പമാവാൻ കാരണം. ജസ്റ്റിൻ, ആരാവൻ? മനു മാധവ്, ഹീസ് എ ബോഡി ഗാർഡ്. അരുണിന്റെ സിസ്റ്ററിന്റെ പുതിയ പ്രൊട്ടക്ഷൻ ഓഫീസർ. ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ. അപ്പോ അരുൺ നമ്മളെക്കാൾ മുമ്പേ കളി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധയോട് വേണം. സാർ, ഇനി ഇവന്മാരെ ഇവിടെ നിർത്തുന്ന അത്ര സേഫ് അല്ല. ആ മനു ഇവന്മാരെ കണ്ടതാ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെ കൂടെ നിൽക്കുന്നവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാവണം. ഇവന്മാർക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. തോറ്റിട്ട് വരുന്നവന് മരണമാണ് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. കൊന്നു കളഞ്ഞേക്ക് ഇവന്മാരെ. ഓക്കെ സാർ. സാർ, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല. സാർ, സോറി, പ്ലീസ്. നന്ദു, അനുവിന്റെ അവൾ ഓക്കെ അല്ലേ? അവൾ ഓക്കെയാണ്. പിന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ് ആയില്ലേ, അതുകൊണ്ടാ അവൾ അത്ര ഷോക്കായത്. ആളെ റൂമിലുണ്ട്. ഷീസ് ഫൈൻ. സാർ, ഇനി നമ്മൾ എന്താ ചെയ്യാ? ഞാൻ സൈബർ സെൽ ഓഫീസിൽ വിളിച്ചിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം മിസ്സിംഗ് ആണ്. അത് തന്നെ ആയിരിക്കുമല്ലോ അവന്മാർക്ക് വേണ്ടതും. അരുൺ, ഇനി അവന്മാരെ വെറുതെ വിടരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ ഹരി? അവരാരാന്ന് പോലും അറിയില്ല. ആകെ ഉണ്ടായ ഒരു ക്ലൂ ആയിരുന്നു ആ കാറ്. ഇപ്പൊ അതും. ബട്ട് ഇന്നത്തെ ഇൻസിഡന്റിനോട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി.
ഡോക്ടർ മാനവ് ദാസ്. ഹീസ് നോ മോർ. ഏട്ടാ, നിങ്ങളുടെ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് പറയുക, നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. മനു പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഈ കേസ് തീരുന്നവരെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. എബി മീന ഇനി ഫ്ലാറ്റിൽ പോകണ്ട, ഇവിടെ നിന്നാ മതി. അതാണ് സേഫ്. പിന്നെ അലനോടും ദീപകിനോടും വിവരം പറയണം. അവരോട് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് താമസം മാറ്റാൻ പറയണം ഹരി. ഈ വീട് വിട്ട് ആര് പുറത്തു പോയാലും അവരുടെ കൂടെ മനുവിന്റെ ബോഡി ഗാർഡ്സ് ഉണ്ടാവണം. സാർ, അത് എനിക്കറിയാം നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന്. എനിക്ക് ബുദ്ധിമുട്ടാവില്ല എന്നല്ലേ. പക്ഷെ എബി, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് എന്റെ അനുവിനെ പോലെ തന്നെയാ. ഈ കേസ് തീർന്നാലും ഇല്ലേലും നിങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. സോ ഡു വാട്ട് ഐ സേ. ഓക്കെ സർ. നന്ദു, ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക്. പിന്നെ നിങ്ങളൊക്കെ പോയി റെസ്റ്റ് എടുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ. എന്തേ മനു, നീ റൂമിലേക്ക് പോകുന്നില്ലേ? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മനു, നീ പറ. ഏട്ടാ, എനിക്ക് പകരം വേറൊരാളെ. എനിക്കറിയായിരുന്നു നീ ഇത് പറയൂന്ന്. അതുകൊണ്ടാ നീ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അനുവിനാണെന്ന് ഞാൻ പറയുന്നത്. എടാ, ഈ ജോലി വേറൊരാളെ ഏൽപ്പിക്കാം. പക്ഷെ നിന്നേക്കാൾ എനിക്ക് ഈ കാര്യത്തിൽ വേറൊരാളെ വിശ്വാസമില്ല. അനുവിന്റെ കൂടെ നീ ഉണ്ടെങ്കിൽ അവൾക്ക് ഒന്നും പറ്റില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് മനു നീ ഇല്ലായിരുന്നെങ്കിൽ അനു അവളിപ്പോ എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. നിനക്കറിയാനോ അല്ല. എനിക്ക് മനസ്സിലായി ഏട്ടാ. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് അനുവിന് ഇഷ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ. അനുവിന്റെ ഇഷ്ടക്കേട് നീ നോക്കേണ്ട കാര്യമില്ല. മനു, നീ നിന്റെ ഡ്യൂട്ടി ചെയ്യാനാ വന്നത്. അത് മാത്രമല്ല, നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാനാ. നിന്നെ ആരും തടയില്ല, ആരും ഒന്നും പറയത്തുമില്ല. ശരി ഏട്ടാ, എന്നാ ഞാൻ റൂമിലേക്ക് പോട്ടെ. ആ, അനു നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ റൂമിലൊക്കെ നോക്കി നിന്നെ. അവൻ പോയോ? ഇല്ല, അവൻ പോയിട്ടില്ല. എന്നാലും കൃത്യസമയത്താ മനു വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഏട്ടത്തി കണ്ടതല്ലേ ഏട്ടനും ഹരിയേട്ടനും കൂടി വന്നത്. അല്ല, ഇനി ആ കുരിശെന്നാ പോണത്? അവൻ എവിടെ പോവാനാ? ഈ കേസ് തീരുന്നവരെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്താ ഇവിടെയോ? എന്തിനാ? അത് ഞാൻ സമ്മതിക്കില്ല. അനു, നീ വെറുതെ വാശി പിടിക്കല്ലേ. അവൻ ഇവിടെ വന്നത് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാ, അതും അരുണേട്ടൻ പറഞ്ഞിട്ട്. നന്ദേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇവിടെ നിർത്താൻ പറ്റില്ല. എനിക്ക് അവന്റെ ഒരു പ്രൊട്ടക്ഷനും വേണ്ട. ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം. അനു, നിനക്കെന്തിനാ അവനോട് ഇത്ര ദേഷ്യം? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നോ ലണ്ടനില്? അത് മാത്രമല്ല, അവനാണെങ്കിൽ നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ജീവൻ പോലും നോക്കാതെ അവൻ നമ്മളെ രക്ഷിക്കില്ലായിരുന്നല്ലോ. ബെസ്റ്റ്. അത് അവൻ എന്നോടുള്ള ദേഷ്യക്കുറവ് കൊണ്ടല്ല രക്ഷിച്ചത്, അത് അവന്റെ ഡ്യൂട്ടി ആയതുകൊണ്ടാ. അത് മാത്രമല്ലോ, നന്ദേച്ചി കൂടെ ഉണ്ടായില്ലേ, അതുകൊണ്ട് കൂടിയാ. അനു, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കേസിന്റെ സീരിയസ്നെസ് നീ ഇന്ന് അറിഞ്ഞതല്ലേ, എന്നിട്ടും എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ശരി, അവൻ ഇവിടെ നിന്നോട്ടെ. പക്ഷെ എന്റെ കാര്യത്തിൽ ഒന്നും അവൻ ഇടപെടാൻ പാടില്ല. അനു, അത് നന്ദേച്ചി മതി. കേട്ട് മടുത്തു. ഇതിനെ പേര് ആ ഗുണ്ടയുടെ വെടികൊണ്ടങ്ങ് ചത്താ മതിയായിരുന്നു. അവനെപ്പറ്റി പറയുന്നത് കേൾക്കണ്ടല്ലോ. ശരി, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ താഴേക്ക് പോവുക. എന്നാ ഏടുന്ന് താഴേക്ക് ചെല്ല്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്താടാ മനു നീ ആലോചിക്കുന്ന? ഏയ്, ഒന്നുമില്ല അളിയ. എടാ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പൊക്കോ. ഞാൻ സാറിനോട് പറഞ്ഞോളാം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? തിരിച്ചു പോവാനോ? അരുണേട്ടന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ കേസ് തീരുന്നവരെ ഇവിടെ ഉണ്ടാവുമെന്ന്. ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത്, വേറെ ഒന്നാ. വേറെ എന്ത് കാര്യം? അളിയ, അരുണേട്ടൻ സൈബർ സെൽ ഓഫീസിലേക്ക് എത്താറായപ്പോഴല്ലേ അനുവിനെതിരായ അറ്റാക്ക് ഉണ്ടാവുന്നത്. സോ എനിക്കൊരു സംശയം, അരുണേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ടൈമും സൈബർ സെൽ ഓഫീസിൽ എത്താറായെന്നുള്ളതും എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന അയാൾക്ക് മനസ്സിലായി? അതിനർത്ഥം നീ എന്താ പറഞ്ഞു വരുന്നേ? മനു, അപ്പൊ നീ പറയുന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ആരോ ആ ക്രിമിനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണോ? അതെ, പക്ഷേ എനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ബട്ട് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. കാരണം കൂടെ നിൽക്കുന്നവരെ അന്ധമായി വിശ്വസിക്കരുത്. ചിലപ്പോഴൊക്കെ അവർ കാരണമാവാം നമ്മള് തോറ്റു പോകേണ്ടി വരുന്നത്. നന്ദു, നീ അരുണിനെ കണ്ടോ? അവന്റെ റൂമിൽ ഞാൻ പോയി നോക്കി, പക്ഷെ അവിടെ കണ്ടില്ല. ഫോണും എടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. ദീപക്കൊക്കെ വന്നല്ലോ. ആ ഹരിയേട്ടാ, എന്താ വിളിപ്പിച്ചേ? കേസിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടിയോ സാർ? നിങ്ങൾ വാ, പറയാം. ഹലോ, മീനാക്ഷി ഉണ്ട്. കൊടുക്കാട്ടോ. മീനു, നിനക്കാ കോള്.
ഞാനാ മോളെ, മനസ്സിലായില്ലേ നിനക്ക്? നീയോ? നീ എന്തിനാ എന്നെ വിളിച്ചേ? നിനക്കെന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം. അതിന്റെ ഇടയ്ക്ക് നീ കേറാതിരുന്നാ മതി. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഇപ്പൊ വിളിച്ചത്. നീ കാരണം എനിക്കൊരു കുടുംബം നഷ്ടപ്പെട്ടു. വെറുതെ വിടില്ല ഞാൻ നിന്നെ. നീ എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത് വേറെ ഒന്നിനുമല്ല. നിന്റെ ഏട്ടന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് ആരാന്നറിയാലോ? ആ കേസില് നിന്റെ വായിൽ നിന്ന് അറിയാതെ പോലും എന്റെ പേര് വീഴാൻ പാടില്ല. ആ കാര്യം നിന്നോടൊന്ന് പറയാൻ കൂടിയാ ഇപ്പൊ വിളിച്ചത്. പേടിച്ചിട്ടല്ല, നിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ തോറ്റു തരുന്നത്. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. അത് നീ ഓർത്തോ. മഹാവീരന്മാരായ ഗുണ്ടകളെ കോടതി മുറിയിൽ നിർത്തി വായടുപ്പിച്ച അഡ്വക്കേറ്റ് ദേവദാസിന്റെ മകളല്ലേ നീ? പേടി കാണില്ലെന്നറിയാം. പക്ഷേ നിന്റെ തന്ത വിചാരിച്ചിട്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ നീ നിന്റെ അച്ഛനെയും ഏട്ടനെയും പറഞ്ഞയച്ച അതേ സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞുവിടാൻ എനിക്കധികം സമയം വേണ്ട. പക്ഷേ അത്ര പെട്ടെന്ന് നിന്നെ ഞാൻ കൊല്ലില്ല. എനിക്ക് എൻ്റെ ഒപ്പം കളിക്കുന്നവരെ ഒരുപാട് ഇഷ്ടം. അവരെ പെട്ടെന്ന് കൊല്ലാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ച് കൊല്ലണം. ഇപ്പോ എൻ്റെ കൂടെ കളിക്കാൻ നീ മാത്രമല്ല, പുതിയൊരാളും കൂടി ഉണ്ടല്ലോ, എൻ്റെ എതിരാളി അരുൺ ഗോപാൽ. അവനിട്ടുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അരുൺ സാറിനെ വിട്ടേക്ക്. ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. അതിൽ വേറൊരാള് വേണ്ട. എനിക്കെതിരായി നിൽക്കുന്ന ഒന്നും ആരും ഇവിടെ വേണ്ട. ഒന്ന് കളയും ഞാൻ. അതിപ്പോ അരുൺ ഗോപാലായാലും മീനാക്ഷി ദാസ് ആയാലും. ഒന്ന് ഓർത്തിരുന്നു. എപ്പോഴും നീ തന്നെ ജയിക്കുന്നു നീ വിചാരിക്കണ്ട. ഒരിക്കൽ നീ ചെയ്തു കൂട്ടുന്നതിന്റെ എല്ലാം പാപം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. എന്റെ കൈകൊണ്ട് തന്നെയാകും നിന്റെ മരണം. അരുൺ സാർ. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആയിരുന്നോ ഫോണില്? നോ സാർ. സാർ ഇരിക്കെ. ഓക്കെ, താങ്ക് യു. അല്ല, ആരോടായിരുന്നു ദേഷ്യത്തിന് സംസാരിച്ചത്? ഫോണില് അതൊരു അൺനോൺ നമ്പർ ആയിരുന്നു സാർ. ഓക്കെ, മീനാക്ഷി, എനിക്ക് മാനന്റെ റൂം ഒന്നുകൂടെ കാണണം. അതിനെന്താ സാർ, വാ. മീനാക്ഷി, ഞാൻ ഈ ഫയൽസ് ഒക്കെ ഒന്ന് എടുക്കുവാണ്. പിന്നെ ഈ നോട്ട്ബുക്കും. ഓക്കെ സാർ. പിന്നെ മീനാക്ഷി, ഇപ്പൊ വന്നൊരു കോള് അതൊരു അൺനോൺ നമ്പറിൽ നിന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വിളിച്ചവനോട് പറഞ്ഞേക്ക്, ഇന്നവൻ ജയിച്ചു, ഇനി അത് ഉണ്ടാവില്ലെന്ന്. താൻ ആരെയാണോ ഭയക്കുന്നത്, താൻ എന്തിനെയാണോ മറച്ചു വെക്കുന്നത്, അത് ഞാൻ കണ്ടെടുത്തു. നമുക്ക് കാണാം, കാണണം. നിനക്ക് കഴിയില്ല അരുൺ എൻ്റെ അടുത്ത് എത്താൻ. കാരണം മാനവിനെ കൊന്നത് ഞാനല്ല. അതാരാണെന്ന് നീ കണ്ടുപിടിക്കുന്ന നിമിഷം നഷ്ടം നിനക്ക് തന്നെയായിരിക്കും. യെസ്, ഞാൻ ആരാണെന്നുള്ളതാണ് നിന്റെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരമാണ് അരുൺ. ഐ ആം യുവർ വില്ലൻ. നിന്റെ നഷ്ടങ്ങളുടെ ആരംഭം ഇന്ന് തുടങ്ങുവാണ് അരുൺ. ദി റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ.